വികാസ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. അച്ഛനും അമ്മയും ദിവസവേതനക്കാരായി പരസ്പരം ജീവിതം മുന്നോട്ടു നയിച്ചു. ആളുകൾ സങ്കടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് വികാസ് വളർന്നത്. പക്ഷേ ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ ഓടും. വീട്ടിലുണ്ടായിരുന്ന ഏക ഉപാധിയിലൂടെ പഠനം മുന്നോട്ട് നയിച്ചപ്പോഴും വൈകുന്നേരങ്ങളിൽ പത്രം വിതരണം ചെയ്ത് ചെറിയ വരുമാനം കണ്ടെത്തിയപ്പോഴും വികാസ് ആ സ്വപ്നത്തെ വിട്ടുവീഴ്ച ചെയ്യില്ലായിരുന്നു. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്നതിനിടെ അയാൾ ഒരു ഗൗരവമായ റോഡ് അപകടത്തിൽപ്പെടുന്നു. വലത് കാൽ പൂർണ്ണമായി തകർന്നുപോകുന്നു. ഡോക്ടർമാർ നിർണയിച്ച വിധി, കാൽ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. സ്വപ്നങ്ങൾ തകർന്നു വീഴുന്ന ശബ്ദം അയാളുടെ ഉള്ളിലുണ്ടായി. ഒരു ആഴ്ച പോലും ആ ചെറുപ്പക്കാരൻ ആരോടും സംസാരിച്ചില്ല. എങ്കിലും അയാളുടെ അമ്മയുടെ മുഖത്തുനിന്ന് ഒരിക്കൽ പോലും വിശ്വാസം കെടുത്തിയത് കണ്ടില്ല. ഒരു രാത്രിയിൽ വികാസ് അമ്മയോട് ചോദിച്ചു, "അമ്മേ, ഒരു കാൽ മാത്രമുള്ളവന് ഓടാമോ?" അമ്മയുടെ മറുപടി പുതിയൊരു തിരിച്ചുവരവിന്റെ തുടക്കമായി. "മകനെ, മനുഷ്യന് ചിറകില്ലെങ്കിലും പറക്കാം. നിന്റെ കരുത്ത് നിന്റെ കാൽമുട്ടിലല്ല, മനസ്സിലാണ്." അതിനുശേഷം വികാസ് കൃത്രിമ കാലുപയോഗിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. പക്ഷേ അയാളുടെ ലക്ഷ്യം നടക്കൽ മാത്രമല്ല, ഓടേണ്ടതായിരുന്നു. രാത്രികളിൽ ആളൊഴിഞ്ഞ സ്കൂൾ ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് പരിശീലനം ആരംഭിച്ചു. വീണു, എഴുന്നേറ്റ്, വീണ്ടും വീണു. പക്ഷേ ഒരിക്കൽ പോലും പരിശ്രമം നിർത്താൻ അവൻ തയ്യാറായില്ല. ഒറ്റ കാൽ കൊണ്ട് 1000 ആഴ്ചകളോളം നടന്ന പരിശീലനം അവന്റെ ജീവിതം തന്നെ അഴിമുതലിലേക്കാണ് നയിച്ചത്. 5 വർഷങ്ങൾക്കുശേഷം വികാസ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടി. സ്റ്റേഡിയത്തിൽ നിന്നു മൈക്ക് പിടിച്ചുവാങ്ങി പറഞ്ഞത് ഇന്ത്യ മുഴുവൻ കേട്ടു, "എനിക്കെന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു, പക്ഷേ വിശ്വാസം കൈവിട്ടില്ല. ആത്മവിശ്വാസമുണ്ടെങ്കിൽ കാലില്ലാതെയും മുന്നേറാം. നിന്റെ കണ്ണുകൾ നേരെ നോക്കുമ്പോഴാണ് വിജയപഥം തുറക്കുന്നത്." അവസാന സന്ദേശം, പാതിയാകുന്ന ദേഹമല്ല, പൂർണ്ണമാകുന്ന മനസ്സാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ശരീരപരമായ പരിമിതികളെക്കാളും മനസ്സിന്റെ ശക്തിയാണ് വ്യക്തിയെ നിർവചിക്കുന്നത്. ആത്മവിശ്വാസം എന്നത് ഇഷ്ടാനുസൃതമായി വഹിക്കാൻ കഴിയുന്ന കൃത്രിമ കാലല്ല, അത് ഉള്ളിൽ നിന്നുള്ള ഒരു അഗ്നിയാണ്. കൂടുതൽ വിശ്വാസമുള്ളവർക്ക് ശാരീരികമായ തടവറകൾക്കപ്പുറം പറക്കാൻ കഴിയും. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായി തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ ഡേ ഓഫ് മിറാക്കിൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രീതിയിലുള്ള കൂടുതൽ അത്ഭുതങ്ങൾക്കും പ്രചോദനത്തിനും നിങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണ്. ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഒരുമിച്ച് ഓരോ ദിവസവും ഒരു മിറാക്കിളാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം.